യോഹന്നാൻ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന പാപങ്ങളെ ഏറ്റുപറഞ്ഞാകട്ടെ, ക്രമീകരണങ്ങൾ പ്രാപിച്ചിട്ടാകട്ടെ. കൊലോസ്യ ലേഖനത്തിൽ നിന്ന് പ്രാർത്ഥനയെക്കുറിച്ച് അതിൽ ഒത്തിരി പഠനങ്ങളുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ചെറിയ ഉപദേശം അതിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തിൽ നിന്ന് മുമ്പോട്ട് പോകും. ഇതൊക്കെ എത്ര പഠിച്ചാലും തീരത്തില്ല ദൈവമക്കളെ. ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. കാരണം വിഷയങ്ങൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ലെയറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കൊലോസ്യ ലേഖനം പഠിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം പഠിക്കുമ്പോൾ ആകയാൽ തുറന്നുടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമാർഗം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കണം പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട്. ഇപ്പോഴോ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയണം. എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുകളയണം. ഇവിടെയും വിട്ടുകളയണം. എന്തൊക്കെ വിട്ടുകളയണം? വിഗ്രഹാരാധന, ദുർനടപ്പ്, അശുദ്ധി, അതിരാഹം, ദുർമോഹം, വിഗ്രഹാരാധനായ അത്യാഗ്രഹം, അത് ദിവ്യാഗ്രഹം. ദിവ്യാഗ്രഹവും വിഗ്രഹാരാധനയിൽപ്പെട്ടതാ. ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കണം, കൊന്നുകളയണം. ആ സ്വഭാവങ്ങളെ കൊന്നുകളയണം. അടുത്തിട്ട് എന്ത് ചെയ്യണം? കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ വിട്ടുകളയണം. ഇടത്തിൻ്റെ പ്രവൃത്തി, ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, പക, പിണക്കം, യാരശങ്ക, ക്രോധം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് ഇതെല്ലാം ഇട്ടുകളയണം, വിട്ടുകളയണം. എന്നിട്ട് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത്. അത് അവിടെ യാക്കോബ് പഠിപ്പിക്കുന്നത്. യാക്കോബ് അത് പറഞ്ഞില്ലെങ്കിലും ദൈവാത്മാവ് നമുക്ക് തന്ന വചനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൂടെയൊക്കെ പോയിട്ടാണ് നമ്മൾ ആ വിഷയം പഠിച്ചെടുക്കാനിടയാകുന്നത്. അടുത്ത 4-ാം വാക്യത്തിലേക്ക് വരാം. യാക്കോബ് 4:4. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനായി ചെയ്യുന്നവരില്ല ദൈവത്തിന്റെ ശത്രുവായി മാറുന്നു. ഇതിന്ന് പ്രസംഗിക്കപ്പെടുന്നുണ്ടോ? വളരെ ദുർലഭമായി പ്രസംഗിക്കപ്പെടുന്ന ഒരു വാക്യമാണിത്. പിന്നെ എന്തുവാ ഭാഷ ഇന്നത്തെ പ്രസംഗം? ലോകത്തുള്ളതൊക്കെ തരുന്നു, വാരിക്കോരി തരുന്ന ദൈവത്തെ, മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്, മറ്റൊരു ക്രിസ്തുവ. ഇന്നത്തെ പ്രസംഗം മുഴുവൻ ലോകത്തിന്റെ ഭൗതികമാണ്. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ഭൗതിക അനുഗ്രഹങ്ങളാണ് ഇന്ന് പ്രസംഗിച്ചു കൂട്ടുന്നത്. പറയാൻ ലജ്ജയായ കാര്യങ്ങളാണ്. ഞാനത് പിന്നെയും ആവർത്തിക്കുന്നില്ല. യഥാർത്ഥമായി ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവർക്കുണ്ടാകേണ്ട അനുഗ്രഹം ആത്മീകമാണ്, ഭൗതികമല്ല. ദൈവരാജ്യം, ദൈവനീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് തരും. അത് ദൈവരാജ്യം, ദൈവനീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് തരും. അത് കണ്ടെയ്നർ കണക്കിന് തരത്തില്ല. ആ ചെറുപ്പക്കാരന് കോടിക്കണക്കിന് സ്വത്തുള്ളതുകൊണ്ടല്ലേ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയാതെ പോയത്. ഇതെന്താ മനസ്സിലാക്കാത്ത? ഹല്ലേലൂയ. നിന്റെ നിക്ഷേപങ്ങളെടുത്ത് നിന്റെ ഹൃദയം ഇരിക്കുമെന്ന് കർത്താവ് പറഞ്ഞ് എന്താ മനസ്സിലാക്കാത്ത? ഹല്ലേലൂയ. കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്ത, പുഴുവരിക്കാത്ത, തുരുമ്പെടുക്കാത്ത സ്വർഗത്തിൽ സ്വരൂപിച്ചു കൊള്ളുവീൻ. കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്ത, പുഴുവരിക്കാത്ത, തുരുമ്പെടുക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കും. കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുന്ന, പുഴുവരിക്കുന്ന, തുരുമ്പെടുക്കുന്ന ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണം. ഇതിപ്പോൾ എന്തൊക്കെ സാർക്ക് ഇത് പറഞ്ഞാൽ എന്താ മനസ്സിലാകാത്ത കാര്യം ഞാൻ പറയാം. ഒരു വാക്യത്തിലൂടെ അത് വായിച്ച് കേൾപ്പിച്ചു തരാം. ഗലാത്യർ 3:1 വായിച്ചേ. ഗലാത്യർ 3:1 പെട്ടെന്ന് വായിക്കും, പടപടേന്ന് വായിക്കും. വചനം എടുത്ത് അങ്ങനെ വായിക്കാൻ പഠിക്കണം നമ്മൾ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുൻപിൽ വരച്ചു കിട്ടിയിരിക്കുക, ശുദ്ധരം ചെയ്ത് മയക്കിയിട്ടിരിക്കുക. ഉപദേശം കിട്ടാതെ അന്യതാ ഉപദേശം പറയുന്നവർ ശുദ്ധരം ചെയ്ത് മയക്കിയിട്ടിരിക്കുക. സ്വർഗീയമായ അനുഗ്രഹങ്ങളാണ്, സ്വർഗീയമായ നന്മകളാണ് നമ്മുടെ ആത്മീക സമ്പത്തായിട്ട് നമ്മൾ കരുതേണ്ടതെന്നും ഉപദേശിക്കാതെ ലോകത്തിൻ്റെ ഭൗതിക കാര്യങ്ങളാണ് അനുഗ്രഹമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ജനത്തെ അനുഗ്രഹത്തിലേക്ക് നടത്തി
അതിൻ്റെ അംശം പറ്റി സൂഹിക്കുന്ന വലിയ ശുശ്രൂഷാ വൃന്ദങ്ങളും വിശ്വാസികളെയും കൊണ്ട് ഭൂമി നിറഞ്ഞു കിടക്കുക. എന്നോട് പറഞ്ഞു കർത്താവ്, ഞാൻ മരുഭൂമിയിലായിരുന്നപ്പോൾ ജോലിയായിട്ട് ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ പോയി ദൈവവചനം പ്രസംഗിക്കാൻ പറഞ്ഞു നാട്ടിൽ പോയി. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ഉപദേശി വീഴുന്നത് വേറൊരു ഉപദേശിയുടെ മേത്തോട്ടാണ്, ഇനി എന്നെ ഉപദേശിയാകാനാ? നീ പോ, സത്യവചനം പത്യവചനം പ്രസംഗിക്കുക. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ പ്രസംഗങ്ങളൊക്കെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. പത്രോസ് പറയുന്ന ഒരുത്തൻ സംസാരിക്കുകയാണെങ്കിൽ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ സംസാരിക്കണം. പഴയ നിയമത്തിലെ യോനയുടെ പ്രസംഗം രാജാവിനെയും പ്രജകളെയും സൂചിപ്പിക്കുന്നതായിരുന്നില്ല. മാനസാന്തരപ്പെട്ടോളം, അല്ലെങ്കിൽ തൊലച്ചുകളെ എല്ലാത്തിനെയും, കാത്തിച്ചുകളെ, ഇസ്രായേൽ പറയുന്നില്ല, കാത്തിച്ചുകളെ എല്ലാത്തിനെയും. അതായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പന. ആ ഉപദേശം അവൻ പോയി പറയേണ്ടതിന് പോലെ അവൻ കറങ്ങി 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 അവസാനം ദൈവം അവനെ കറക്കി. ചുരുക്കി പറഞ്ഞു, അവൻ്റെ ഏപ്പ് തിരിഞ്ഞിട്ടാണ് അവൻ പോയി അവസാനം പ്രസംഗിക്കുന്നത്. എന്താണ്? നിനവേലെ ജനമേ മാനസാന്തരപ്പെട്ടു കൊള്ളുക, ഉപവസിക്കുക, മാനസാന്തരപ്പെടുക. നിനവേലെ രാജാവും പ്രജകളും മൃഗങ്ങൾ പോലും 3 ദിവസം ഒന്നും കഴിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേലുള്ള ദൈവക്രോധം ദൈവം മാറ്റി അവരെ ജീവിക്കാൻ ദൈവം അനുവദിച്ചു. അതുപോലെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുന്നു. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം ദൈവകോപം വരുത്തി വയ്ക്കുന്ന അവസ്ഥയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവചന സത്യങ്ങളെ കാറ്റിൽ പറത്തി ഭൗതിക അനുഗ്രഹങ്ങളെ വാരിക്കോരി പ്രസംഗിച്ച് ഭൗതിക അനുഗ്രഹത്തിൻ്റെ തിമിർപ്പിൽ, ലബനോന്റെ തിമിർപ്പിൽ ഇന്ന് ഇസ്രായേൽ ജനം, ദൈവമക്കൾ പോയിക്കൊണ്ടിരിക്കും. ആൽപ്പി ഇസ്രായേലാകുന്ന പുതിയ നിയമസഭ പോയിക്കൊണ്ടിരിക്കും. സോളമൻ പറയുന്നു, ലബനോനെ വിട്ടുപോരുക. ലബനോൻ ലോകത്തിൻ്റെ പ്രതാപം, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. പുള്ളിപ്പുലികളും സിംഹങ്ങളും ഉള്ള ലബനോനെ വിട്ടുപോരുക. എൻ്റെ പ്രിയേ, നീ വിട്ടുപോരുക. പ്രിയ സഭ, ചുലങ്കാരത്തി സഭ, ഇടയച്ചെറുക്കൻ യേശുക്രിസ്തു, സ്തോത്രം. സോളമൻ, ലോകത്തിൻ്റെ പ്രതാപം. അവിടെ പറയുന്നത്, എൻ്റെ പ്രിയേ, ലബനോനെ വിട്ടുപോരുക. പുള്ളിപ്പുലികളും സിംഹങ്ങളും അവിടെയുണ്ട്. എൻ്റെ ഭാഷയിൽ ഒന്നുകൂടി ഞാൻ ചേർക്കുക, കൊടിയ ചെന്നായ്ക്കൾ അവിടെ ഉണ്ട്. വിട്ടുപോരുക സഭയെ. പ്രതാപത്തിൽ നിൽക്കുന്ന സഭകളെ, ഭൗതികമായി ഊറ്റം കൊള്ളുന്ന സഭകളെ വിട്ടുപോരുക. ഭൗതിക സമ്പത്ത് വിട്ടിട്ട് ആത്മീക സമ്പത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഭൗതിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ലോകത്തിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോരുത്തർ ചോദിക്കുന്നത്, ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരുത്തൻ ചോദിക്കുക, എനിക്ക് 10 കോടി വേണം. അപ്പം നിർമ്മിതാവ് പറഞ്ഞു, ദൈവമൊക്കെ ക്ഷമിക്കണേ, ഈ വിഷയം ഞാൻ പറയുന്നില്ല, ക്ഷമായാചനം ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് സിനിമ പിടിക്കേണ്ടത്. കരിയാക്ക് 10 കോടി കൊടുക്കാൻ നമ്മുടെ ഇല്ലെന്ന് അവൻ അത്ര ദ്രവ്യാഗ്രഹിക്കുക. ഈ 10 കോടി ഇട്ട് പിന്നെ എന്ത് ചെയ്യാനാ? ലൂസിഫറിനോട് കൊടുക്കാനല്ല, വേറെ എന്താ? സ്തോത്രം. ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് പറയുന്നത്? അവൻ 10 കോടിയെ ചോദിക്കുന്നുള്ളൂ. നമ്മുടെ ഉപദേശം അത്രയൊന്നും ചോദിക്കുന്നില്ല. 50,000, 20,000, 30,000 അതും റേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. സിനിമാടന്മാർ റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കുക, അഭിനയിക്കുക. പാറ്റന്മാർ റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കുക. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഹൃദയത്തിൽ ഈ വാക്കുകൾ മുറിവേറ്റത്. അപ്പോൾ ഞാൻ പ്രസംഗിച്ചു, കേരളക്കരയിൽ എവിടെയും വന്ന് ഞാൻ പ്രസംഗിക്കും. 5 പൈസ തരണ്ട, 2.5 ഗ്ലാസ് ചൂടുവെള്ളം മാത്രം തന്നാൽ മതി. എനിക്കൊന്ന് പരീക്ഷ നോക്കിയോ നിങ്ങൾ? പക്ഷെ അങ്ങനെ പറഞ്ഞത് ചെയ്യൂലെന്നറിയാൻ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഹൃദയത്തിൽ വേദനയുണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ കേൾക്കുമ്പോൾ. ലോകസ്നേഹികളായിപ്പോയി ഇന്നത്തെ ശുശ്രൂഷകന്മാർ. ഗൾഫിൽ പോയിട്ട് വരുന്നൊരു പാസ്റ്റർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അവിടെ ജോലി ചെയ്ത ഒരു സഹോദരൻ വരുന്നതിനേക്കാളും വാരിക്കോരി കെട്ടിപ്പറക്കി അവരിവിടെ വരുന്നത്. ഇവിടെ വന്ന് വീട് പണിയുന്നു, കാറ് മാറ്റുന്നു, എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്. കാശിന് പോക്കില്ലാത്തവനൊക്കെ അവിടെ ചെന്ന് കാശുണ്ടാക്കിയിട്ട് ഇവിടെ കിടന്ന് കാണിക്കുന്ന ഈ അക്രാന്തം കണ്ടിട്ട് ഞാൻ മരവിച്ച് നിൽക്കുക. ഞാനിത് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഗൾഫിൽ നിന്ന് വന്നൊരു അച്ചായൻ പറഞ്ഞു, സാമ്പാറിൻ്റെ പ്രസംഗം എനിക്ക് വേണ്ടെന്ന്. കാരണം എന്താ? പുള്ളിക്ക് കയറി കൊള്ളുന്നു ഇതൊക്കെ പ്രസംഗിച്ചപ്പോൾ. ഹല്ലേലൂയ. പുള്ളിയുടെ ആരെങ്കിലുമൊക്കെ പോകണ്ടാവും ഗൾഫിൽ കാശുണ്ടാക്കാൻ.
നമ്മൾ കാശുണ്ടാക്കാനല്ല പ്രസംഗിക്കേണ്ടത്, നമ്മൾ ധനസമ്പാദനത്തിന് വേണ്ടിയല്ല പ്രസംഗിക്കേണ്ടത്. ദൈവസഭയുടെ ഉദ്ധാരണത്തിന് വേണ്ടി, അവർ ക്രിസ്തുവിൽ തികഞ്ഞു വരുവാൻ, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കും. അതാണ് ദൈവസഭ. ദൈവദാസന്മാർ അതാ ചെയ്യേണ്ടത്. സഭയെ വചനം പ്രസംഗിച്ച് കർത്താവിന്റെ വരവിനോട്ട് ഒരുക്കണമെന്നേ, സ്വന്തം കീശ വീർപ്പിക്കാനല്ല, സ്വന്തം ബാങ്ക് ബാലൻസ് വീർപ്പിക്കാനല്ല. ഹല്ലേലൂയ. മനസ്സിലാക്കണോ അത്? ഹല്ലേലൂയ. എവിടെ നിന്ന് വന്ന് പ്രസംഗിച്ചാലും, ബാംഗ്ലൂരിൽ നിന്നൊക്കെ കുറെ പിള്ളേർ വന്ന് പ്രസംഗിക്കും. ഞാൻ ഇതെല്ലാം കേൾക്കും. കാരണം എന്ത് കുന്ത്രാണ്ടമാണ് അവർ പ്രസംഗിച്ച് വെക്കുന്നതെന്നാണ് ഈ കേൾക്കുന്നത്. അല്ല, വേറെ ഒന്നുമില്ല. അവരിൽ നിന്നും ഒരു ചുക്കും പഠിക്കാനില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തലന്മാരിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉപദേശം അവർ മരിച്ചു പോയി ഉപദേശം എഴുതി വെച്ചിട്ടുണ്ടെന്നേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപദേശം പഠിക്കണമെങ്കിൽ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എഴുതി വെച്ച, ലൂക്കോസ് എഴുതിയ പ്രവൃത്തി പുസ്തകം, ബാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം, പ്രവൃത്തി പുസ്തകം മുതൽ യൂദയുടെ ലേഖനം വരെ, അല്ലെങ്കിൽ വെളിപ്പാട് 1, 2, 3 അധ്യായം വരെ വായിച്ച് പഠിക്കുക. നിങ്ങൾക്ക് ഉപദേശം കിട്ടും. എങ്ങനെ ജീവിക്കണമെന്നുള്ള ഉപദേശം കിട്ടും, എങ്ങനെ പ്രസംഗിക്കണമെന്നുള്ള ഉപദേശം കിട്ടും, എങ്ങനെ ഒരു സഹോദരൻ, ഒരു സഹോദരി, ഒരു അപ്പൻ, ഒരു അമ്മ, ഒരു കുഞ്ഞ്, ഒരു വിദ്യാർത്ഥി, ഒരു പിതാവ്, ഒരു മാതാവ്, ഒരു യജമാനൻ, ഒരു തൊഴിലാളി എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് ഈ ലേഖന പഠനത്തിലൂടെ സവിസ്താരമായിട്ട് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത് വായിച്ച് പഠിക്കാൻ കഴിയാതെ വല്ലവൻ്റെയും തേമ്പിയ പ്രസംഗങ്ങൾ കേട്ടാൽ ഒന്നും കിട്ടത്തില്ല. അതില് അവൻ ചക്രം ഉണ്ടാക്കാനുള്ള പ്രസംഗമാണ് പ്രസംഗിക്കുന്നേ. ഈയിടയ്ക്ക് ഒരു സഹോദരൻ, എനിക്ക് പരിചയമുള്ള സഹോദരനാ, പേരെന്ന് ഞാൻ പറയുന്നില്ല, പിശാച് അടിച്ചോണ്ട് പോയാ അനുഗ്രഹം തിരിച്ചു തരുന്നൊരു ദൈവത്തെ അവൻ പ്രസംഗിക്കുന്നത്. പിശാച് അടിച്ചോണ്ട് പോയെന്ന്. സ്വത്രം. നിന്റെ നന്മയെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കും, നീ മടങ്ങി വരാൻ. അപ്പൊ അത് മടങ്ങി വരേണ്ട നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരേണ്ടതിന് പകരം ആ പിടിച്ചോണ്ട് പോയതിന്റെ പിറകെ പോകാനാണ് ഇവിടുത്തെ പ്രസംഗം. എങ്ങനെയുണ്ട്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ഈ വ്യഭിചാരിണെന്ന് പറയുമ്പോൾ, വ്യഭിചാരിണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മള് പൗലൂസിന്റെ വചനത്തിന്റെ പഠിപ്പിക്കൽ അനുസരിച്ച് നമ്മൾ ആരാ? മണവാളനാകുന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയായി ചെന്നു ചേരാൻ നിർമ്മല കന്യകയായി ഭൂമിയിൽ മണവാളനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ഒരു സംഘമാണ്, ഒരു സമൂഹമാണ്, ഒരു സഭയാണ് നമ്മൾ. ആണല്ലോ? ആണോ സഹോദര? ആണോ? അവ മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടി സഭ നിർമ്മല കന്യയായിരിക്കണം. അത് ലോകത്തോടെ ഇടകലരുമ്പോൾ ഈ കന്യക ആരായി മാറുന്നു? പറ. വ്യഭിചാരിണിയായി മാറുന്നു. ലോക സ്നേഹം നമ്മളിൽ വരുമ്പോൾ, ലോകത്തിന്റെ ഗതിവിധികൾക്കനുസരിച്ച് ഒരു വിശ്വാസി, ഒരു പാസ്റ്റർ ജീവിക്കുമ്പോൾ അവൻ ആത്മീക വ്യഭിചാരം ചെയ്യുക. നന്നായിട്ട് മനസ്സിലാക്കണേ ഇത്. അങ്ങനെ ആത്മീയ വ്യഭിചാരത്തിലേക്ക് ഏർപ്പെടുന്ന ഒരു വ്യക്തിയെ നിർമ്മല കന്യകയായിട്ട് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. പൗലോസിന്റെ ഭാഷയെ പറയാൻ വഷളായി. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിർമ്മല കന്യയിപ്പിപ്പാൻ നിങ്ങൾ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹവ്വായ ഉപായത്തെ ചരിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകും, ഭയപ്പെടുന്നു. അപ്പൊ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുകളയാതെ നിർമ്മല കന്യയായി ജീവിച്ച് മണവാട്ടി പദത്തിലേക്ക് ചെന്നെത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചേസ്റ്റ് വെർജിൻ, മനസ്സ വാച കർമ്മണ, ഒരു അന്യ പുരുഷനെ ഹൃദയത്തിൽ ചിന്തിക്കാത്ത, ആഗ്രഹിക്കാത്ത ഒരു നിർമ്മല കന്യക. കാരണം പോകാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് 2000 വർഷങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു. ഇനി വിവാഹം നടക്കാൻ പോവുക. എപ്പോഴാണ് വിവാഹം നടക്കുന്ന അറിയത്തില്ല. കർത്താവ് ഒന്ന് സഭയെ ചേർത്ത്, സ്വർഗത്തിലാണ് വിവാഹം, അതൊക്കെ ശരി. കർത്താവിനെ ഒന്ന് സഭയെ ചേർക്കുന്നവരെയുള്ള ആ കാലദൈർഘ്യത്തിൽ നമ്മുടെ ഹൃദയം എന്താകരുത്? ക്രിസ്തുവിനെ വിട്ട് വഷളായി പോകരുത്. നിങ്ങളുടെ ഹൃദയം, ഞാൻ ക്രിസ്തുവിനെ ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യയിപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹവ്വായ ഉപായത്താൽ ചരിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്
വഷളായി പോകരുത്. പെന്തക്കോ സമൂഹമേ, ഞാൻ എന്നെ കൂടി ചേർത്താ പറയുന്നത്. കർത്താവ് വരുന്നവരെയും നിങ്ങളുടെ ഹൃദയം ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകരുത്. നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകരുത്. ക്രിസ്തുവിൽ നിന്നുള്ള ഏകാഗ്രത പോകരുത്. ക്രിസ്തുവിനോടുള്ള നിർമ്മലമായ അവസ്ഥ വിട്ടുപോകരുത്. നമ്മുടെ മണവാളൻ ക്രിസ്തുവാണ്. കല്യാണം നടക്കുന്നവരെ, വിവാഹത്തിന് വേണ്ടി നമ്മളെ ചേർക്കുന്നത് വരെ, കർത്താവ് പ്രത്യക്ഷയിൽ വന്ന് നമ്മൾ ചേർക്കുന്ന സമയം, അതാ സമയം, അതുവരെയും നിങ്ങൾ വഷളായി പോകരുത്. നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിടരുത്. നിർമ്മലതയും ഏകാഗ്രതയും വിട്ടാൽ വഷളായി. ഇന്ന് എത്ര പേരാ വഷളായി കിടക്കുന്നത്? ക്രിസ്തുവിൻ്റെ ഉപദേശം പോലും പ്രസംഗിക്കാത്ത ക്രൈസ്തവ സമൂഹങ്ങളല്ലേ ഇന്ന് ഭൂമിയിൽ. ഒരു യഹോവസാക്ഷിക്കാരൻ എന്നെ വന്ന് തിരുത്താൻ നോക്കി. ഞാൻ പുള്ളിയുടെ അഡ്രസ്സ് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ച് വിളിക്കണമെന്ന് മനസ്സുണ്ടെങ്കിലേ വിളിക്കുള്ളൂ. നടത്തിപ്പുണ്ടെങ്കിൽ വിളിക്കും. അങ്ങനെ ഇവരൊക്കെ ബന്ധനത്തിൽ കിടക്കുക. വിളിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ തേടിയോ 2 പ്രാവശ്യം കൂടെ വന്നു, എന്നെ കണ്ടില്ല. ചെറുപ്പക്കാരനാണ്. എന്നെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം. ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടിട്ട് പുള്ളിയുടെ പക്ഷത്ത് കൊണ്ടുപോകണം. എന്നിട്ട് വേണം എന്നെ വിറ്റ് പുള്ളിക്ക് കാശ് മേടിക്കാൻ. എന്തൊക്കെയാ പണി, എന്തൊക്കെ മിനിസ്ട്രി എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വ്യഭിചാരത്തിലേക്ക് പോകരുത്. എന്താണ് വ്യഭിചാരം? ഇവിടെ ആക്ഷരിക വ്യഭിചാരമല്ല ഇവിടെ പറയുന്നത്. അതും വേണമെങ്കിൽ ആകാം. ഒരു ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു. അങ്ങനെയുള്ള പാപം ചെയ്യുന്നവരൊക്കെ നമ്മുടെ ആത്മീയ കുളത്തിൽ ഇഷ്ടം പോലെ കിടക്കുന്നു എന്ന് നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. പണ്ട് ഞാനതൊന്നും വിശ്വസിച്ചില്ല. പെന്തക്കോസ്തുകാർ മദ്യപിക്കത്തില്ല, വിചാരം ചെയ്യത്തില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നീടാണ് മനസ്സിലാക്കി ഇത് രണ്ടും ചെയ്യുന്ന ഇഷ്ടം പോലെ പുള്ളികൾ നമ്മുടെ ഇടയിൽ കിടപ്പുണ്ട്. ഒളിഞ്ഞു കിടക്കുക. അവരെ പിടിച്ചെടുക്കാൻ പറ്റുന്ന പാസ്റ്റർമാരും നമ്മുടെ കൂട്ടത്തിലില്ല. പാസ്റ്റർമാർ പലതിലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാനും കേൾവിപ്പെട്ടുകൊണ്ടിരിക്കുക. ഓ മൈ ഗോഡ്, ദൈവമേ എന്താണ് ഈ കേൾക്കുന്നത്? നമ്മുടെ സമൂഹം അത്രയ്ക്ക് ജീർണിച്ചു പോയി. നമ്മുടെ സമൂഹം അത്രയ്ക്ക് വഷളായി കിടക്കുകയാണ്. എവിടെ വഷളായെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വരാതെ പോയാൽ വഷളായി പോകും. ഉപദേശമാണ് സഭയെ വിശുദ്ധിയിൽ നിർത്തുന്നത്. ദൈവവചനത്തിൻ്റെ പഥ്യവചനം, പഥ്യോപദേശമാണ് സഭയെ പിടിച്ചു നിർത്തുന്നത്. ഇല്ലെങ്കിൽ എന്തു പറ്റും? ഹൃദയം വഷളായി പോകും, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകും, ലോകസ്നേഹം നമ്മളിലേക്ക് വരും, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠമേറിയ പ്രബോധനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഉപദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം അടർത്തി എഴുതിയിരിക്കണം. മോശയുടെ പ്രമാണം കല്ലിലെഴുതി, പുതിയ നിയമ പ്രമാണം ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതിയെന്നാണ് പൗലൂസ് കൊരിന്ഥ ലേഖനത്തിലും എബ്രായ ലേഖനത്തിലും പഠിപ്പിക്കുന്നത്. എടുത്തു പറയാൻ എനിക്ക് സമയമില്ല. സംശയമുള്ളവർ വിളിച്ച് ചോദിച്ചോണം. വാക്യങ്ങൾ കൃത്യമായിട്ട് എടുത്തു തരാം. അപ്പോൾ ഹൃദയം എന്ന മാംസപ്പലകയിൽ ഈ ദൈവവചനം വായിച്ച് പഠിച്ചനുസരിച്ച് ഇതിൽ ഹൃദയത്തിൽ എഴുതണം. പരിശുദ്ധാത്മ എഴുതി തന്നോളും. നന്നായിട്ട് ജീവിച്ച് വായിച്ച് പഠിച്ചാൽ മതി, അത് ഹൃദയത്തിൽ ഉണ്ടാകും. പുസ്തകം വായിക്കത്തുമില്ല, പ്രാർത്ഥിക്കത്തില്ല, പിന്നെ എങ്ങനെ വചനം ഉണ്ടാകണേ? മത്തായി 4-ഉം ലൂക്കോസ് 4-ലും യേശുവിനെ പരീക്ഷിക്കാൻ പിശാച് വരുന്ന സമയത്ത് യേശു എന്താ ചെയ്യുന്നത്? ദൈവവചനമെന്ന വാളെടുത്ത് വെട്ടുകയല്ലേ ചെയ്യുന്നത്. ബാബു ജോൺ എട്ടമല എന്നൊരു പാസ് പ്രസംഗിച്ചു. ദൈവവചനമെന്ന വാളെടുത്ത് ദുരുപദേശത്തിനെതിരെ വെട്ടാനുള്ള ശുശ്രൂഷ വൃന്ദങ്ങൾ ആരുണ്ട് ഇവിടെ? ഒരൊറ്റ ഒരെണ്ണത്തെ പുള്ളിക്ക് കാണാനില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. ശരിയാ. എന്നാൽ ഞാനതിനെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ വേദപുസ്തകം, സത്യവേദ പുസ്തകത്തിനെതിരെ, എസ്പെഷ്യലി പുതിയ നിയമത്തിലെ പഥ്യവചനം, പഥ്യോപദേശത്തിനെതിരെ ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരെയും ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ കാറ്റിൽ പറത്തുന്നവരെയും രൂക്ഷമായ ഭാഷയിൽ ദൈവവചനമെന്ന വാളെടുത്ത് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുക. അത് മരണം വരെയും തുടരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലെങ്കിൽ സഭയ്ക്ക് ഒരു ഉദ്ധാരണം ഉണ്ടാകത്തില്ല. എന്നെപ്പോലെ പല പാസ്റ്റർമാർ പല ആംഗിളിൽ നിന്ന് ഈ ദൈവവചനമെന്ന വാളെടുത്ത് വെട്ടുമ്പോൾ ഈ പ്രിയപ്പെട്ടവർ മുറിവേറ്റ് വീഴും, അല്ലാതെ ഒരു മുറിവേൽക്കത്തില്ല.
അവർ കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, കോടികൾ. ഖത്തറിൽ പോണവനെ, കുവൈറ്റിൽ പോണവനെ അമേരിക്കയിൽ വിടുന്ന ഉപദേശിമാരുണ്ട് നമ്മുടെ ആത്മീയഗോളത്തിൽ. നമ്മളത് കണ്ടതാണ്, കേട്ടതാണ്. അവസാനം ആ പുള്ളിയുടെ ഒരു വാക്കിലാണ് ഞാനത് സ്ഥിരീകരിച്ചത്. എന്നിട്ട് വേണം 10 ചക്രം എനിക്കുണ്ടാക്കാൻ. നിങ്ങളെപ്പോലെ 10 പേരെ അക്കരെ കയറ്റിയിട്ട് വേണം എനിക്ക് 10 ചക്രം ഉണ്ടാക്കാൻ. എങ്ങനെയുണ്ട്? പാസ്റ്റർ ഉപദേശിമാർ ഇങ്ങനെ അല്ലാതെ അങ്ങ് കടന്നാക്രമിക്കുക. എങ്ങനെ ആക്രമിക്കാതിരിക്കും? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ഉപദേശിയെ എങ്ങനെ നമ്മൾ തിരുത്താതിരിക്കും? നിങ്ങൾ പറ. മടങ്ങി വരട്ടെ. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം, ദൈവത്തോട് ശത്രുത്വം. ലോകസ്നേഹം, ലോകത്തിൻ്റെ സ്നേഹം, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. പൗലൂസിന്റെ കൂടെ നടന്ന കരുത്തനായ ഒരു ഉപദേശി ഉണ്ടായിരുന്നു. ഉപദേശിയുടെ പേരെന്താ? ആരാ പേരെന്താ? ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ പാസ്റ്ററിന്റെ പേരെന്താ? എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ദേമാസ്, പാസ്റ്റർ ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. അതിന് തെസ്സലോനിക്ക പട്ടണത്തില് ഭയങ്കര കള്ളക്കച്ചവടം നടക്കുന്ന, വ്യാപാരം നടക്കുന്ന സ്ഥലമാണ്. ഈ പാസ്റ്റർ നോക്കിയപ്പോൾ മനസ്സിലായി അവിടെ ചെന്നാൽ കാശുണ്ടാക്കാൻ കൂടുതൽ. അതുകൊണ്ടല്ലേ ഇന്ന് എല്ലാവരും അമേരിക്കയിലേക്കും ലണ്ടനിലേക്കൊക്കെ പായുന്നത്. ഒരു വിദേശയാത്ര വന്നിട്ട് ഞാൻ തട്ടിക്കളഞ്ഞ ഞാനാ ഈ പറയുന്നത്. കാരണം എന്താണെന്നറിയോ? ദൈവം എന്നെ അയക്കുന്നെങ്കിൽ പോകുന്നതിന് എന്താ കുഴപ്പം? ദൈവം അയക്കാതെ പട്ടിക്ക് പലിശയെടുത്ത് പോയി അവിടെ നിന്ന് വിശ്വാസികളും പാസ്റ്റർമാരും ചവിട്ടി ഇന്ത്യയിലേക്ക് തള്ളിക്കയറ്റിയ പാസ്റ്റർമാരുടെ ചരിത്രം എനിക്കറിയാം. ഞാൻ അവിടെ കിടന്നുകൊണ്ടത് മനസ്സിലാക്കി. ഞാൻ തിരിച്ചു പോകാൻ കാശില്ല, ആർക്കും വേണ്ട പുള്ളിയെ. അതിലൊരു പാസ്റ്റർ പറഞ്ഞൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോണേ, പാസ്റ്റർമാരെ കുറിച്ച് പറഞ്ഞതാ. ഈ ഗതികെട്ട അനുഭവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുത്. ഒരു പാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്: കോഴിക്കോട് നിന്നോ കൊല്ലത്തു നിന്നോ ഒരു ശവം വന്ന് അടിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ, ഞങ്ങൾക്കാർക്കും വേണ്ടെങ്കിൽ കൊണ്ടുപോകോളെ. പാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞ കോഴിക്കോട് നിന്നോ കൊല്ലത്ത് നിന്ന് അങ്ങോട്ട് ഒരു പാസ്റ്റർ അവിടെ വന്നിട്ടുണ്ടെന്ന്, ഒരു വീട്ടിൽ ഇരിപ്പുണ്ടെന്ന്, ശുശ്രൂഷിക്കാൻ വേണമെങ്കിൽ വിളിച്ചോണ്ട് പോകാമെന്ന്. അതിനവർ പറഞ്ഞത് ശവം അടിഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ കൊണ്ടുപോകാം. എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? സ്തോത്രം. എന്നെ ശുശ്രൂഷകനായി വിളിച്ചിട്ടില്ലെങ്കിൽ നീ ഒരു വിശ്വാസനായിട്ടിരുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടകന്മാരായി വിളിച്ചിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ചിലരെ, എല്ലാവരും അല്ല. യാക്കോബ് തന്നെ പറയുന്ന സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുതെന്നാ പറയുന്നേ. SSLC തോൽക്കുമ്പോൾ ബൈബിൾ കോളേജിൽ അഡ്മിഷൻ കൂടും. ഇതാരായി ചെയ്യുന്ന ഈ ഘോരപ്രവൃത്തി? മാസ്റ്റർമാർ തായ്പ തരുന്ന പണം തലയണ്ടി മേടിച്ച് അവർക്ക് ഇച്ചിരിയും കഞ്ഞിയും കൊടുത്തിട്ട് ബാക്കി അവർ കൊണ്ടുപോവുക. അയ്യോ, ഇതൊന്നും പ്രസംഗിക്കില്ലേ? പിന്നെ എന്താ പ്രസംഗിക്കാനുള്ള? നല്ല ശുദ്ധമനസ്സോടെ ബൈബിൾ കോളേജ് നടത്തുന്ന മാസ്റ്റർമാർക്ക് പോലും ഇത് കാരണം എന്ത് ചെയ്യുക? ദുഷ്പേര് വരിക ചെയ്യുന്നു. പോലീസുകാരാ ചെറുക്കം പിടിച്ച അപൂജാരിയെ കൊണ്ടിട്ട് തല്ലി ചതച്ചു. അതിൻ്റെ പേര് ആർക്ക് വന്നു? പോലീസുകാരെ മൊത്തം വന്നു. എന്നതുപോലെ വിശുദ്ധമായി ജീവിക്കുന്ന ശുശ്രൂഷകന്മാരും വിശുദ്ധമായി ജീവിക്കുന്ന വിശ്വാസികളും ഈ ക്രമം കെട്ട് നടക്കുന്ന ശുശ്രൂഷകന്മാരുടെയും വിശ്വാസികളുടെയും പ്രവൃത്തി നിമിത്തം അവരും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു വീട്ടിൽ ചെന്ന് കയറാൻ എനിക്ക് പേടിയാണ്. കാരണം അവർ നമ്മളെ ചവിട്ടി പുറത്താക്കും. ആ നിലവാരത്തിലേക്ക് വന്നിരിക്കുക. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം, ദൈവത്തോട് ശത്രുത്വം. ഇനി ഇവിടെ 1-2 കാര്യങ്ങൾ പറയാനുള്ള ഇച്ചിരി കട്ടിയാണ്. നിങ്ങൾ ക്ഷമയോടെ എന്നെ കേൾക്കണം. നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ അണിഞ്ഞൊരുങ്ങൽ, നമ്മുടെ മോടി പിടിപ്പിക്കൽ എല്ലാം ലോകത്തിൻ്റെതാണെങ്കിൽ അത് വിട്ടുകളയണം. ലോകസ്നേഹമല്ലേ? ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് തെളിയിക്കുന്നതല്ലേ വ്യാജഭാവം. ഞാൻ അങ്ങനെ അങ്ങ് പൊതിഞ്ഞു പറയുക. ഈ വ്യാജഭാവം വിശ്വാസികൾ ഉണ്ടാകാൻ പാടില്ല. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ സകല ദുഷ്ടതയും, ചതി, വ്യാജഭാവം, അസൂയ, നുണ, ഞാൻ നേരത്തെയൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ഹേമം ഉള്ളതുകൊണ്ട് ആ വ്യാജഭാവം മാത്രം പറയുക. വ്യാജഭാവം കാണിക്കുമ്പോൾ നമ്മൾ ആരായി? ലോകസ്നേഹിയായി.
നമ്മളില്ലാത്തതുണ്ടെന്ന് നമ്മൾ പറയണ്ട. പണ്ടൊക്കെ അതുണ്ടായിരുന്നു. ഞാനത് ചെയ്തിട്ടുള്ള ആളാണ്. പാൻറ്റ് ഷർട്ടൊന്നും ഇല്ലാത്ത കാലത്ത് വല്ലവരുടെയൊക്കെ മേടിച്ചുകൊണ്ടിട്ട് നടക്കും. എവിടെയെങ്കിലും പോകുമ്പോൾ നന്നായിട്ട് മാറി കണ്ടോട്ടെ എന്ന് കരുതി. അല്ല, നമ്മൾ അത്ര കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചവരാ. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദാരിദ്ര്യമൊക്കെ ജീവിച്ചവരാ. ഇപ്പോൾ കർത്താവ് കൃപയാൽ അതൊക്കെ മാറ്റി സന്തോഷമായിട്ട് ജീവിക്കാനിടയാകുന്നു. അതൊന്നും ഒരു സന്തോഷമായിട്ട് ഞാൻ കാണുന്നില്ല. 10 ചക്രം കയ്യിലിരിക്കുന്നതൊന്നും സന്തോഷമല്ല. നിന്റെ ഇടപാട്, നിന്റെ ചീട്ട് സാത്താൻ കീറാൻ അത് കാരണമായി തീരും, അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ. എനിക്കതേ പറയാനുള്ളൂ. കാശ് വന്ന് കൂടുമ്പോൾ അനുഗ്രഹമെന്ന് ചിന്തിക്കുന്ന പെന്തക്കോസ്തുകാരോട് എനിക്ക് പറയാനുള്ളത്, കാശ് കൂടുന്നോറും സ്വർഗരാജ്യത്തിൽ നിന്ന് അകന്നകന്ന് പോവുകയാണെന്ന് നീ പഠിച്ചോണം. നിന്റെ കാശ് പാവം പിടിച്ചവർക്ക് വീതിച്ചു കൊടുത്തോണം. അത് വ്യവഹാരം ചെയ്യാനായിട്ട് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നെന്നാണ് ദേവദാസന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് വിശ്വസിക്കുന്നു. ആ പണം നിനക്ക് വ്യവഹാരം ചെയ്യാൻ തന്നിരിക്കുക. നിന്റെ അച്ഛയ്ക്കും മക്കളുടെ മക്കൾക്കും കൂട്ടിയിടാനുള്ളതല്ലത്. ഹല്ലേലൂയ. ന്യൂയോർക്കിൽ ചെല്ലുമ്പോൾ അവിടെ വീട്, ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പോൾ അവിടെ വീട്, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെ ചെന്നാലും അവിടെ വീട് കൂട്, നാട്ടിലെ വീട്, ഏക്കർ, 11 കോടിയുടെ വീട്. ഇതൊക്കെ ലോകസ്നേഹമല്ലേ? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ പാസ്റ്ററായിരുന്നു കെ ഇബ്രാഹിം സാറ്, ഉണ്ണുണ്ണി സാറ്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടത്, ഒരു പ്രസംഗത്തിൽ പോയിട്ട് വരുമ്പോൾ 2 രൂപ സ്തോത്ര കാഴ്ച അവർ കൊടുക്കും. ആ 2 രൂപ, അന്ന് 2 രൂപയ്ക്ക് ഇന്നത്തെ 2000 രൂപയുടെ വിലയുണ്ടെന്ന് വെച്ചോ, ശരിയായിരിക്കാം. 50 പൈസ ത്രേസ്യാമ്മയ്ക്ക് കൊടുക്കും, 50 പൈസ മറിയാമ്മ ചേട്ടത്തിക്ക് കൊടുക്കും. ബാക്കി 1 രൂപയ്ക്ക് 50 പൈസയുടെ ചാളയും 50 പൈസയുടെ മീനും മേടിച്ച് വീട്ടിൽ വരും. അപ്പോൾ പുള്ളിക്കാരി ചോദിക്കുക, അച്ഛാ ഈ മീൻ ഇത് മാത്രമേ ഉള്ളൂ, ഇതിൽ വേറൊന്നും വേണ്ട ഇത് വെച്ചെടുക്കാൻ? ഇടി കിട്ടിയടി, 50 ത്രേസ്യാമ്മയ്ക്കും 50 മറിയാമ്മയ്ക്കും കൊടുത്തടി. അവരെ തീ കായാതെ കിടക്കുക വീടുകൾ. ഇന്ന് അങ്ങനെയാണോ? ഇന്നത്തെ സുവിശേഷകന്മാർ അങ്ങനെയാണോ? ഹല്ലേലൂയ. അവരൊക്കെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ദൈവവചന വ്യവസ്ഥയിൽ നിലനിന്ന് ജീവിച്ച് നിത്യതയിലേക്ക് പോയി. അവരുടെ പിന്തുടർച്ചക്കാരും അവരുടെ അനുയായികളും അവരുടെ തലമുറകളും എവിടെ നിൽക്കുന്നു? അവരുടെ ആത്മീയ നിലവാരം എവിടെ നിൽക്കുന്നു? അവർ തന്നെ അത് ശ്രദ്ധിക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നെങ്കിൽ അവരോട് പോയി പറ. ഇതൊക്കെ കർത്താവ് വരാറായി, സഭ എടുക്കാൻ നേരമായി. വാരിക്കോരി കൂട്ടി ഭൗതികത്തിൻ്റെ പുറത്തിരുന്ന് സന്തോഷിക്കുന്ന സോളമനെ പോലെ അവരായില്ലേ? അതുകൊണ്ടല്ലേ ശൂനേം കാര്യത്തോട് കർത്താവ് പറയുന്നത്, ലബനോനെ വിട്ടുപോരുക. സ്വത്രം സ്വത്രം സ്വത്രം. പുള്ളിപ്പുലികളും സിംഹങ്ങളും, എൻ്റെ ഭാഷയിൽ കൊടിയ ചെന്നായ്ക്കളെല്ലാം ഉണ്ട് അവിടെ. വിട്ടുപോരുക അവരെ. ഈ പ്രതാപമുള്ള ജീവിതത്തിൽ ഇതൊക്കെയുണ്ട്. നമ്മളെ തകർത്ത് കളയുന്ന, നമ്മളെ കൊന്നു കളയുന്ന, നമ്മളെ നശിപ്പിച്ച് കളയുന്ന ഭൗതിക അനുഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങളിൽ നിന്ന് ദൈവമക്കൾ ഇറങ്ങി വരിക, സാധാരണ നിലവാരത്തിലേക്ക് ഇറങ്ങി വരിക. നിങ്ങളുടെ ധനം പുഴുവരിച്ചും, പറ, യാക്കോബിന്റെ ലേഖനത്തിലുണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യാക്കോബ് പറയുന്നുണ്ട് ഇവിടെ, അതിൻ്റെ 2-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് പറയുന്നേ? നിങ്ങളുടെ ധനം പുഴുവരിച്ചും നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ വസ്ത്രം ദ്രവിച്ചും പോയി. ധനം പുഴുവരിക്കുമെന്ന് യാക്കോ പറയുന്നത്, അതിന് വേദപണ്ഡിതന്മാർ പറയുന്നത്, സാമ്പത്തിക മാന്യം ലോകത്ത് സംഭവിക്കും. കാശിന് പോക്കില്ലാത്തവരായി മാറും ഇന്നത്തെ കോടീശ്വരന്മാർ. മഹോദരകാലം വരുമ്പോൾ സമ്പത്ത് മുഴുവൻ മറ്റവൻ അടിച്ചെടുക്കും. ഇന്ന് ബാങ്കിൽ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ട് 3-4 കാർഡ് വെച്ചെടുത്ത് സൂഹിക്കുന്ന സൂയന്മാർ ഇതൊക്കെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ. എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ കംപ്ലീറ്റ് ബാങ്കിങ് സിസ്റ്റം അവൻ്റെ അണ്ടറിലാകും. 5 പൈസ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും.
ദാഹിച്ച വെള്ളം കുടിക്കാൻ പറ്റാത്ത ക്ഷാമത്തിന്റെ കൊടിയ അവസ്ഥ നമ്മൾ നേരിടേണ്ടി വരും. ഇന്ന് പച്ചവെള്ളം കുടിക്കത്തില്ല, കളർ വെള്ളം കുടിക്കുള്ളൂ പലരും, ധനാഢ്യന്മാർ. അതെല്ലാം തീരാൻ പോവുക, പ്രതാപങ്ങളെല്ലാം തീരാൻ പോവുക. കാറ് മാറ്റുന്നവരും വീട് മാറ്റുന്നവരും ലോകത്തിൻ്റെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് ചെലവഴിച്ച് ജീവിക്കുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തു തൻ്റെ കഥയായ സഭയെ, നിർമ്മല കന്യകയായ സഭയെ ഇവിടെ നിന്ന് ചേർത്ത് കഴിഞ്ഞാൽ, ഈ സഭ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണം തുടങ്ങും. കംപ്ലീറ്റ് ബാങ്കിങ് സിസ്റ്റം അവൻ്റെ കീഴിലാകും. 165 200 രാജ്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു. എല്ലാ രാജ്യങ്ങളുടെ തലവന്മാരും പേപ്പർ വിലയുള്ളവരായി മാറും. ഒരൊറ്റ നേതാവ് ഇത്രയും രാഷ്ട്രങ്ങളെ ഭരിക്കാനിടയായിത്തീരും. ഒരു സ്വച്ഛാധിപതി, ഒരു ഏകാധിപതി, കണ്ണിച്ചോരയില്ലാത്തൊരു ഏകാധിപതി ഈ ലോകം ഭരിക്കാൻ വരുന്നു. അവൻ്റെ പേരാണ് ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. കർത്താവിനെതിരെ നിൽക്കുന്നവനാണവൻ. സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ 7 വർഷത്തെ മഹോദ്രവകാലം യേശുക്രിസ്തു ഇവിടെ കിരാത ഭരണം നടത്തും. കൈവിടപ്പെട്ടു പോയാൽ, നമ്മൾ ലോകസ്നേഹികളായി പോയാൽ, നമ്മൾ ദ്രവ്യാഗ്രഹികളായി പോയാൽ, നമ്മൾ ജഡീകന്മാരായി പോയാൽ, ഈ യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിൻ്റെ കീഴിൽ നമ്മൾ ഞെരിഞ്ഞമരുന്ന സുദിനങ്ങൾ വരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ആരും യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിലായി പോകരുതെന്ന് ഞാൻ നിങ്ങളോട് കൈകൂപ്പി അപേക്ഷിക്കുക. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുക. ഒത്തിരി ഭാഗങ്ങളിലോടനുബന്ധിച്ച് ചിന്തിക്കാറുണ്ട്. 17 വരെയുള്ള വാക്യം, 4 വരെയുള്ള വാക്യങ്ങൾ മാത്രമേ ഒരളവിൽ നമ്മൾ ചിന്തിച്ചുള്ളൂ. ബാക്കി ഭാഗങ്ങൾ വരുന്ന ദിവസങ്ങളിൽ എപ്പിസോഡുകളായിട്ട് നിങ്ങളുടെ ഫോണുകളിൽ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് കേൾക്കുക. സത്യത്തിൽ യാക്കോബ് എന്നെ വല്ലാതെ പേടിപ്പിക്കുക. യാക്കോബിൻ്റെ ഓരോ പ്രസ്താവനകളും ഞാൻ കേട്ട് ഭയന്ന് വിറയ്ക്കുക. അത്ര അർത്ഥസമ്പുഷ്ടമായ നിലയിലാണ് യാക്കോബ് എഴുതിയിരിക്കുന്നത്. നവോത്ഥാന പുത്രനായ, നവോത്ഥാനത്തിൻ്റെ കരുത്തനായ മാർട്ടിൻ ലൂതർ പേടിച്ചിരുന്ന ഒരൊറ്റ ലേഖനം യാക്കോബിൻ്റെ ലേഖനമാണ്. അത്ര അർത്ഥസമ്പുഷ്ടമാണ് ആ ലേഖനം. വിശ്വാസത്താലുള്ള നീതീകരണം മാർട്ടിൻ ലൂതർ ഉറച്ചു പ്രഖ്യാപിച്ചപ്പോൾ, വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയും, വിശ്വാസത്തോടൊപ്പം പ്രവൃത്തിയും വേണമെന്ന് ശക്തമായ ആത്മാവിൽ മാർട്ടിൻ ലൂതർ വാദിക്കാനിടയായി. സ്തോത്രം. എൻ്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു. നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളല്ല, അവൻ നമ്മെ മിത്രങ്ങളാക്കി മാറ്റിയിരിക്കുക. ക്രൂശിൻ്റെ ശത്രുക്കളായി ജീവിച്ച നമ്മളെ കർത്താവ് നമ്മളെ മിത്രങ്ങളാക്കി മാറ്റി. ഇനി നമ്മൾ ക്രൂശിൻ്റെ ശത്രുക്കളായി പോകല്ലേ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.